ഹായ്, പനീർ ഗാർലിക് റൈസ് നമുക്കിന്ന് ഉണ്ടാക്കാം. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ റൈസ് ഉണ്ടാക്കാൻ നമ്മൾ ചെയ്യുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കല്ലുപ്പ്, പച്ചമുളക്, പിന്നെ അതിലേക്ക് കുറച്ച് പുതിനയെല്ലാം ഇതിൻ്റെ പേര് മല്ലിയിലയും പുതിനയും എനിക്ക് എപ്പോഴും അങ്ങോട്ട് തെറ്റും. കുറച്ച് മല്ലിയില ഇട്ടു. പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ ലേശം നീമ്പു പിഴിഞ്ഞൊഴിക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. യെസ്, കുക്കിങ്ങിൻ്റെ ആദ്യപടി ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, അതിൻ്റെ അതിലേക്ക് ലേശം നെയ്യ്, കുറച്ച് നെയ്യ് ഒഴിക്കാം ഫ്ലേവറിങ്ങിന് വേണ്ടിയിട്ട്. ഇനഫ്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി ഒഴിക്കാം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് ചൂടാവും. എന്നുവെച്ചാൽ വെളിച്ചെണ്ണയും നെയ്യൊന്നും ചൂടാവാൻ അധികം സമയം വേണ്ട. അപ്പോൾ ആ ഒരു ചെറിയ സമയം കൊണ്ട് തന്നെ ചൂടാവണ നേരത്ത് ജീരകം, മൈ ഓൾ ടൈം ഫേവറേറ്റ്, ജീരകം എടുക്കുക, ഇതിലേക്ക് ഇടുക. എത്ര പെട്ടെന്ന് പൊട്ടി കിട്ടും. കാരണം എന്താ വെച്ചാൽ വെളിച്ചെണ്ണയ്ക്കും നെയ്യിനൊന്നും അധികം നേരം വേണ്ട അങ്ങനെ ചൂടായി വരാൻ. സോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ജീരകം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ ജീരകം പൊട്ടി വല്ലാതെ പൊട്ടിയിൽ കരിഞ്ഞ പോലെയാവും. സവാള ഒരു സവാളയും എടുത്തിട്ടുള്ളത് അതതിലേക്കിട്ട് ഇനി നന്നായിട്ടൊന്ന് വഴറ്റണം. നമ്മുടെ സവാള ഇവിടെ ഇങ്ങനെ മൂത്ത് വരുന്നുണ്ട് ചെറുതായിട്ട്. ഞാൻ അതിലേക്ക് ഉപ്പ് ഇട്ടിട്ടില്ല, അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഉപ്പിടാം. സോ ഇത് മൂത്ത് വരുന്ന സമയം നമുക്ക് എന്താ ചെയ്യുക വെച്ചാൽ പനീർ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ചൂടുവെള്ളം ആക്കി വെച്ചിട്ടുണ്ട്. സോ മൈക്രോവേവ് ചെയ്ത ചൂടുവെള്ളമാണ്. 2 മിനിറ്റ്, ഏകദേശം ഒരു 300 ml മേലെ ഉണ്ടാവും. സോ അത്യാവശ്യം നല്ല ചൂടുള്ള ആ വെള്ളത്തിലേക്ക് നമ്മൾ പനീർ ഇട്ട് കൊടുക്കുകയാണ്. എന്തിനാ വെച്ചാൽ അതൊന്ന് സോഫ്റ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. സോ നന്നായിട്ടത് സോഫ്റ്റായിട്ട് വരും. പിന്നെ അധികം വേവിക്കില്ല. നമ്മൾ ഈ പനീർ സോഫ്റ്റ് ആയിട്ടുള്ളത് അങ്ങനെ തന്നെ ചോറിലേക്ക് ഇടുക ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ പനീർ ബലം പിടിക്കും നന്നായിട്ട് കൂടുതൽ കുക്കായ. നമ്മുടെ സവാള ഒരുവിധം മൂത്തു. ചില ഇതൊക്കെ സവാളയുടെ ചില ഭാഗങ്ങളിലൊക്കെ ഒരു ഗോൾഡൻ ഒരു കളർ കാണാല്ലേ. ആ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ വെളുത്തുള്ളി എന്താണെങ്കിൽ ഗാർലിക് ഇതിലേക്ക് ഇടുകയാണ്. സോ ഗാർലിക് ഇട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റാം. കുറച്ച് ഒരു പച്ചമണം ഗാർലിക്കിൻ്റെ പോണ വഴറ്റും. സോ നോ മോർ സോസ്. നമ്മുടെ വെള്ളുള്ളി ഒരു 1.5-2 മിനിറ്റ് കൊണ്ട് തന്നെ ഒരുവിധം കുഴപ്പമില്ലാത്ത രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കറിയാലോ നേരത്തെ നമ്മളൊരു മിക്സ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മല്ലിയില, ഇഞ്ചി, പച്ചമുളക്, കല്ലുപ്പ്, ഇത്രയും കാര്യങ്ങളുടെ ആ മിക്സ് നമ്മൾ ഇതൊക്കെ ഒഴിക്കണം. കാരണം ഇതിനൊരു പച്ച മണം ഉണ്ടായിരിക്കും. അതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് ചെയ്ത് വലിയ കുഴപ്പമുണ്ടാവില്ല തോന്നുന്നു. സോ കുറച്ചിട്ടോ വല്ലാതെ ഫ്രൈ ആക്കേണ്ട. ഒരു ഇതിലേക്ക് നമുക്ക് ചോറിടാം. നമ്മൾ ആ പച്ച സംഭവം ഇതിലേക്ക് ഒഴിച്ചു, കുറച്ച് വെള്ളവും ചേർത്തു. അപ്പോൾ ഒരു 30 സെക്കൻഡ് to 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തു. ദാറ്റ്സ് മോർ ദാൻ ഇനഫ്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പനീർ ആഡ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഓൾറെഡി ഉപ്പുണ്ടല്ലോ, അത് കാരണം കൊണ്ടാണ് ഞാൻ സവാള വഴറ്റുമ്പോൾ ഉപ്പ് എക്സ്ട്രാ ഇടാതിരുന്നത്. നോക്കിയും കണ്ടൊക്കെ ഉപ്പിട്ടാൽ നമുക്ക് നന്ന്. സോ നമ്മളെന്താ ചെയ്യുക വെച്ചാൽ കുറച്ച് പനീർ എടുത്തിട്ട് ഇതിലേക്കിടാം. കുറച്ചല്ല, മുഴുവൻ പനീർ എടുത്തിട്ട് ഇതിലേക്കിടാം. കാരണം ഇതിൻ്റെ ഒരു ഫ്ലേവറും കൂടി പനീറിന് കിട്ടിക്കോട്ടെ. എന്നിട്ട് അതിലേക്ക് ചോറും കൂടി മിക്സ് ചെയ്ത് വാങ്ങി വെച്ചാൽ മതി. ഓക്കെ, പനീർ ഒരു 3 മിനിറ്റോളം ഇരുന്നിട്ടുള്ളൂ ചൂടുവെള്ളത്തിൽ. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സോഫ്റ്റ് ആയിട്ടുണ്ട്. അതങ്ങനെ നമുക്കതിലേക്കിടാം. Let me see if it is soft. ഒരു വിധം സോഫ്റ്റ് എന്ന് പറയാം, എന്നാലും ചെറിയൊരു ഇതുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ ഇതിൽ കിടന്ന് വേവുമ്പോൾ ശരിയായിക്കോളും. കാരണം വല്ലാതെ വെന്താലും നന്നല്ല, തീരെ വെന്തില്ലെങ്കിലും നന്നല്ല പനീർ. സോ അഗെയിൻ ദി സോ ഈസ് കമ്മിങ് ഹിയർ. ഓക്കെ, ഫൊർഗെറ്റ് ഇറ്റ്. അപ്പോൾ കുറച്ച് നേരം നമുക്ക് ഇതിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്യാം, ഒരു 3 മിനിറ്റ്. നമ്മുടെ പനീർ 3 മിനിറ്റോളം കുക്കായി, കുഴപ്പമില്ലാത്ത രീതിയിൽ സോഫ്റ്റായി. അപ്പോൾ നമുക്കിതിലേക്ക് ചോറിടാം. ഇറ്റ്സ് ലൈക്ക് ഇപി നൂഡിൽ. ഇപി നൂഡിൽസിൻ്റെ പോലത്തെ ഒരു ഷേപ്പിലാണ് എനിക്ക് ചോറ് കിട്ടിയിരുന്നത്. നമുക്കത് മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം കൂടി ചേർക്കട്ടെ. ഞാൻ ലേശം വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു 100 ml ചൂടാക്കിയിട്ട് അതും കൂടി ഇതിലേക്ക് നമുക്ക് ചേർക്കാം. അപ്പോഴാണ് അതൊന്ന് മിക്സായി വരുള്ളൂ ശരിക്കും. ഓക്കെ, ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. സോ ഇതാണ് ആ 50 ml എന്ന് പറഞ്ഞ പോലെ കുറച്ച് വെള്ളം. പനീറിൻ്റെ ആ ഒരു പാത്രം ഉണ്ടല്ലോ, അതിലാണ് നമ്മൾ വെള്ളം ചൂടാക്കി
നോക്കിയത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ റൈസ് നന്നായിട്ട് മിക്സ് ചെയ്തു. ഒരു 3 മിനിറ്റ്സോളം കുക്ക് ചെയ്തു. ഇനി ഗ്യാസ് അടയ്ക്കാം. ആൻഡ് പെർഫെക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പനീറിനാകെ മൊത്തം ടോട്ടൽ ഒരു 7 മിനിറ്റ് ആവും ചിലപ്പോൾ വെന്തുണ്ടാവുള്ളൂ. പക്ഷേ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് പനീർ, അങ്ങനെ ഹാർഡായിട്ടില്ല. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് മുകളിൽ കൂടെ വേണമെങ്കിൽ എന്തെങ്കിലും ഡെക്കറേഷൻ ചെയ്യാം. പിന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് വെജിറ്റബിൾസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. എന്ന് വെച്ചാൽ വഴുതനങ്ങ, വെണ്ടയ്ക്ക അതൊന്നുമല്ല. ക്യാപ്സിക്കം, ബെൽ പെപ്പർ, ക്യാബേജ്, ബീൻസ്, ക്യാരറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വെജിറ്റബിൾസ് ഇല്ലേ, അങ്ങനെയുള്ള കോൺ, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്കതിൽ അഡീഷണലി ചേർക്കാൻ പറ്റും. ഇതൊരു സിമ്പിൾ വെറൈറ്റി. ആൻഡ് ഇതിൻ്റെ മുകളിൽ കൂടെ ഞാനിനി കുറച്ച് ഗീ ഒഴിച്ചിട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ബിക്കോസ് എനിക്ക് ഗീയുടെ ഫ്ലേവർ ഇഷ്ടമാണ്. ഇതിൽ ഓൾറെഡി ഉണ്ട്, പക്ഷേ ഇൻ ദ കുക്കിംഗ് ആ ഒരു അരോമ കുറച്ച് ലോസ്റ്റ് ആയ പോലെ തോന്നും നമുക്ക്. സോ ഇത് കുക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ചൂടാറുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഒരു ലേശം ഗീയും കൂടി ഒഴിച്ചിട്ടുണ്ട് വെച്ചെങ്കിൽ ആ ഫ്ലേവർ അങ്ങനെ നിൽക്കണ പോലെ തോന്നിയിട്ടുണ്ട്. സോ ഐ ആം ഗോയിങ് ടു ഡു ദാറ്റ്. ലേശം ഗീ പിശുക്കി ഉപയോഗിക്കണം ഗീ, കാരണം വല്ലാതെ ഫ്ലേവർ വന്നിട്ടുണ്ടെങ്കിൽ രസം ഉണ്ടാവില്ല. തീരെ ഫ്ലേവർ ഇല്ലെങ്കിലും രസം ഉണ്ടാവില്ല. വല്ലാതെ ഫ്ലേവർ വന്നാൽ രസം ഉണ്ടാവില്ല, കാശും പോകും. സോ better to avoid that situation. ഇനി ഇത് റെഡി ടു ഈറ്റ് ആണ്.